നമസ്കാരം. ജനവിധി ചുമലിലേറ്റി വി.ഡി. സതീശൻ സർക്കാർ വിജയകരമായി 100 ദിനങ്ങൾ തികയ്ക്കുകയാണ്. 10 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 102 സീറ്റുകളുടെ ബലത്തിൽ അധികാരത്തിലേറിയ UDF മുന്നണിക്ക് മുന്നിൽ മുൻ പിണറായി സർക്കാർ വരുത്തിവെച്ച കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും ഭരണപരമായ കുരുക്കുകളും കുറവായിരുന്നില്ല. എന്നാൽ മുൻ സർക്കാരിന്റെ കറുത്ത നാളുകളിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യം ചെയ്യുക എന്ന വി.ഡി. സതീശന്റെ ശൈലി തന്നെയാണ് ആദ്യ 100 ദിനങ്ങളിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിയത്. പഴയ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പൊതുജനങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വിധം ഇരുമ്പുമറകൾ കെട്ടിയുയർത്തിയ സെക്രട്ടേറിയറ്റ് ഭരണത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകൊടുത്തതാണ് സതീശൻ ഭരണത്തിന് തുടക്കമിട്ടത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാവശ്യമായി കൊണ്ടുനടന്ന 50ഉം 60ഉം പോലീസുകാരുടെ സുരക്ഷാ വ്യൂഹങ്ങളും കറുത്ത ഗാർഡുകളും വെട്ടിച്ചുരുക്കി സാധാരണക്കാരനിൽ ഒരാളായി പൊതുനിരത്തിലിറങ്ങാൻ മുഖ്യമന്ത്രി തയ്യാറായി. അതിലുപരി മുൻ സർക്കാർ ഭയന്നോടി അവസാനിപ്പിച്ച ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ പുനരാരംഭിച്ചതാണ് ഏറ്റവും വലിയ ജനാധിപത്യപരമായ മാറ്റം. മാധ്യമങ്ങളുടെ എരിവേറിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒളിച്ചോടാതെ കൃത്യമായി മറുപടി നൽകുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി പിണറായിയുടെ പേടിത്തൊണ്ടൻ മാധ്യമ സമ്പർക്ക ശൈലിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ ജനപ്രീതിയാണ് നേടിയത്. ഭരണപരമായ പ്രഖ്യാപനങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പുതിയ സർക്കാരിന് കഴിഞ്ഞു. മുൻ സർക്കാരിന്റെ കാലത്ത് ജനങ്ങളുടെ ഭൂമിയും വീടും നഷ്ടപ്പെടുത്തി വലിയ ജനരോക്ഷത്തിന് വഴിവെച്ച കെ-റെയിൽ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കാനും സർവേയുടെ പേരിൽ കുരുക്കിലാക്കിയ പാവപ്പെട്ട ജനങ്ങളുടെ ഭൂമിക്ക് മോചനം നൽകാനും കാണിച്ച രാഷ്ട്രീയ ആർജവം സർക്കാരിന്റെ ഇമേജ് വാനോളം ഉയർത്തി. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതി പ്രതിമാസം കോടികളുടെ അധിക ബാധ്യത വരുത്തിവെക്കുമെങ്കിലും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുക തന്നെ ചെയ്തു. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ചതും കണ്ണൂർ റേഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മകൾക്ക് നിയമനം നൽകിയതും സർക്കാരിന്റെ മാനുഷിക മുഖം തുറന്നു കാട്ടുന്ന തീരുമാനങ്ങളായിരുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് ലഹരി മാഫിയകൾ അഴിഞ്ഞാടുകയും കേസുകൾ അട്ടിമറിക്കപ്പെടുകയും ചെയ്ത സ്ഥാനത്ത് പുതിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തുഫാൻ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വലിയ കുതിച്ചുചാട്ടമായി. 3 മാസത്തിനിടെ 10,000-ത്തിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്തു. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തതും യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതും പഴയ ഭരണകാലത്തെ തെറ്റുകൾ തിരുത്താനുള്ള പുതിയ സർക്കാരിന്റെ കടുത്ത നിലപാടായി വിലയിരുത്തപ്പെട്ടു. ഓണക്കാലത്ത് വിപണിയിലെ കൃത്യമായ ഇടപെടലുകളുടെ സപ്ലൈകോ സ്റ്റോറുകളിൽ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനും വെളിച്ചെണ്ണ അടക്കമുള്ളവയുടെ വില കുറയ്ക്കാനും സാധിച്ചു. പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് സപ്ലൈകോകളിൽ അരി പോലും കിട്ടാനില്ലാത്ത അവസ്ഥയായിരുന്നുവെങ്കിൽ ഇത്തവണ സബ്സിഡി സാധനങ്ങൾ കിട്ടാനില്ലെന്ന പരാതി ഉയർന്നതേയില്ല. ക്ഷേമ പെൻഷനുകൾ മാസം തോറും കൃത്യമായി വിതരണം ചെയ്യാനും ആശ അങ്കണവാടി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനും ഈ സർക്കാരിന് സാധിച്ചു. ഇതിനു പുറമെ വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ചയില്ലെന്ന പ്രഖ്യാപനത്തോടെ തെറ്റായ നിലപാടെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും അധ്യാപകർക്കെതിരെയും കർശന നടപടിയെടുത്തു. തീർച്ചയായും ഭൂരിഭാഗം മന്ത്രിമാരുടെയും ഭരണപരിചയമില്ലായ്മ ചില വിഷയങ്ങളിൽ തുടക്കത്തിൽ ദൃശ്യമായിരുന്നു. മന്ത്രി സണ്ണി ജോസഫ് പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധുവിനെ നിയമിച്ചതും ദേവസ്വം പ്ലീഡർ നിയമനവും ഒക്കെ വിവാദമായെങ്കിലും ജനവികാരം മാനിച്ച് അതുടൻ തന്നെ തിരുത്താൻ സതീശൻ സർക്കാർ തയ്യാറായി. മുൻ പിണറായി സർക്കാരിനെ പോലെ തെറ്റുകളെ ന്യായീകരിക്കാതെ അബദ്ധങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ കാണിച്ച ഈ ഒരു മര്യാദ തന്നെയാണ് ഈ സർക്കാരിനെ ജനപ്രിയമാക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വീഴ്ചകൾ പരിഹരിച്ച് മിഷൻ സമുദ്ര പോലെയുള്ള വികസന പദ്ധതികളുമായി കേരളത്തെ പുതിയൊരു ഉയരത്തിലേക്ക് നയിക്കാൻ ഈ സർക്കാരിന് കഴിയുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.